Reverend Father Joy Kalikunel CMI, Director Administration of Rajagiri Hospital, the guest of honor for the day. Father, we consider it our great privilege and blessing to have your presence in your annual day program. I invite you, Father, for the inaugural address. Father, please. ഏറ്റവും സ്നേഹം നിറഞ്ഞ മാനേജർ റവൻ ഫാദർ പോൾ നെടുഞ്ചാലിൽ, മൈ ബാച്ച്മേറ്റ് Reverend Father Anthony Matavana CMI, the director, the founder principal, Reverend Father Tosi, one of our young and dynamic young priest, the administrator, Mrs. Preeti George, the principal, Mrs. Julie Chako, the headmistress, Mr. Paulvin Jojo, the PTA president, dear parents, members of the staff, and my dear students. കിൻഡർഗാർട്ടൻ്റെ ആനുവൽ ഡേ ആണ്. എൻ്റെ മുന്നിലിരിക്കുന്നത് കിൻഡർഗാർട്ടനിലെ കുട്ടികളല്ല, പാരൻസാണ് എന്നറിയാം. ഏകദേശം 300 kindergarten students are there in Rajagiri Jeevas Kindergarten. And you are celebrating Jeeva Esperanza 2024 and 25. ഒരു കുട്ടിയുടെ ഫാദർ ആൻഡ് മദർ ടുഗദർ ഇന്ന് ഇവിടെ ചുരുങ്ങിയതൊരു 600 പേരെങ്കിലും കാണും. എനിക്കറിയാം കുട്ടികളെല്ലാം അവരുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞു പോയ 2-3 കാര്യങ്ങൾ. ഏറ്റവും ആദ്യം ഒരു കുഞ്ഞുകുട്ടി വന്നു, ട്രീസ വന്ന് വളരെ ഭംഗിയായിട്ട് എന്താണ് ജീവസ് കിൻഡർഗാർട്ടൻ എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഷീ ടോൾഡ് ഷീ ഹാസ് പ്രിപ്പയർഡ്, ദ കിൻഡർഗാർട്ടൻ സ്റ്റുഡൻസ് ഹാവ് പ്രിപ്പയർഡ് എ സ്പെക്ടാക്കുലർ ഷോ. ദ ഷോ ഈസ് ഫോർ ദ പാരൻസ്. ദെൻ അഗെയിൻ ഇവിടെ നടന്ന നല്ലൊരു പാട്ട് ഇപ്പോൾ ഞാൻ നോക്കുകയായിരുന്നു. അതിനകത്തൊരു നോൺ മലയാളി കുട്ടി മിഷിക ബാനർജി മറ്റു കുട്ടികളോടൊപ്പം എത്ര ഭംഗിയായിട്ടാണ് മലയാളത്തിൽ പാട്ട് പാടിയത്. ദ പെർഫോമൻസ് ദാറ്റ് യു ഹാവ് ഹിയർ ആൻഡ് ദ റിപ്പോർട്ട് വാട്ട് ദ ഹെഡ് മിസ്ട്രസ് പ്രസൻറ്റഡ് ഹിയർ, അതൊരു വലിയ ഒരു സാഗ, വലിയ ഒരു ഹിസ്റ്ററി, രാജഗിരി ജീവസ് കിൻഡർഗാർട്ടൻ്റെ ഒരു ഹിസ്റ്ററി തന്നെയാണ് കാണിച്ചത്. അത് കാണിക്കുന്നത് ദ ഡെഡിക്കേഷൻ ആൻഡ് ദ കമ്മിറ്റ്മെൻറ്റ് ഓഫ് ദ മാനേജ്മെൻറ്റ് ആൻഡ് ഓഫ് ദ ടീച്ചേഴ്സ് ഓഫ് this kindergarten. അതിൻ്റെ ഒരു ടെസ്റ്റിമണിയാണത്. വാട്ട് രാജഗിരി ജീവസ് കിൻഡർഗാർട്ടൻ ഈസ് ഗിവിങ് ടു ദ ചിൽഡ്രൻ, അതിൻ്റെ ഒരു ടെസ്റ്റിമണിയാണ് ഇന്ന് ഇവിടെ കാണിച്ച ഈ സ്റ്റേജിൽ കണ്ട പെർഫോമൻസ്. സോ ഐ കൺഗ്രാറ്റുലേറ്റ് all the teachers, the management, and you parents also for bringing up your children at this spectacular level. നമുക്ക് ക്രിസ്മസ് വരികയാണ്. 5 ദിവസത്തിന് ശേഷം വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് ക്രിസ്മസ്. വി ആർ ഗോയിങ് ടു വെൽക്കം ചൈൽഡ് ജീസസ്. ഉണ്ണി യേശുവിനെ സ്വീകരിക്കാൻ പോവുകയാണ്. ഉണ്ണി യേശു നമ്മുടെ എല്ലാവരുടെയും ഉണ്ണികളാണ് ഇപ്പോൾ ഈ സ്റ്റേജിലൂടെ കടന്നു പോയതും ഇനി വരാനിരിക്കുന്നതും. ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ കുട്ടികളും, ഈ 300ഓളം കുട്ടികളെ ഇന്ന് സ്റ്റേജിൽ കയറ്റുന്നുണ്ട്, നമ്മുടെ ഉണ്ണികൾ. ജീസസ് ടോൾഡ്, ഇഫ് യു റിസീവ് ദിസ് ലിറ്റിൽ ചൈൽഡ് ഇൻ മൈ നെയിം യു ആർ റിസീവിങ് മീ. ആ കുട്ടികളെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ജീസസിനെ തന്നെയാണ് സ്വീകരിക്കുന്നത്. ക്രിസ്മസ് എന്ന് പറയുന്ന ഈ വലിയ ആഘോഷത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഈ ഉണ്ണികളെ നാം സ്വീകരിക്കുന്നെങ്കിൽ അത് യേശുവിനെ തന്നെയാണ് സ്വീകരിക്കുന്നത്, ക്രിസ്തുവിനെ തന്നെയാണ് സ്വീകരിക്കുന്നത്, ജീസസിനെയാണ് സ്വീകരിക്കുന്നത് എന്ന് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു ഉണ്ണി യേശു ഉണ്ടെങ്കിൽ ആ ഉണ്ണി യേശു എന്ന് പറയുന്നത് ഫോർ എനിബഡി ഇറ്റ്സ് ദ ചൈൽഡ് ജീസസ്. ആ കുട്ടിയുടെ ഫോർമേഷൻ, ആ കുട്ടിയെ നിങ്ങൾ വളരെ വിശ്വാസപൂർവ്വം കിൻഡർഗാർട്ടനിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ജീവസ് കിൻഡർഗാർട്ടനിൽ ഇവിടുത്തെ മാനേജ്മെൻറ്റിനെ വിശ്വസിച്ച്, ഇവിടുത്തെ ടീച്ചേഴ്സിനെ വിശ്വസിച്ച്, യു എൻട്രസ്റ്റഡ് ദം ബിക്കോസ് യു ഹാവ് ദ ട്രസ്റ്റ്. വെൻ യു ഹാവ് ദ ട്രസ്റ്റ് യു എൻട്രസ്റ്റ്. അങ്ങനെ യു എൻട്രസ്റ്റഡ് ദം ടു ദിസ് മാനേജ്മെൻറ്റ്. നിങ്ങളതിൽ ഒരിക്കലും തോറ്റുപോയിട്ടില്ല. നിങ്ങളെടുത്ത ഡിസിഷൻ ഒരിക്കലും തെറ്റല്ല എന്ന് പ്രൂവ് ചെയ്യുന്നതാണ് ഇന്നിവിടെ കണ്ട പെർഫോമൻസ്, ഇനി കാണാനിരിക്കുന്നത്.
റിപ്പോർട്ട് വായിച്ചപ്പോൾ കിട്ടിയ ആ ഒരു ഇംപ്രഷനും അത് തന്നെയാണ്. വി ഓൾ ഗോട്ട് സോ ഇംപ്രസ്ഡ് വിത്ത് യുവർ പെർഫോമൻസ്, ദ കിൻഡർഗാർട്ടൻ പെർഫോമൻസ് ഓഫ് ദി ഇയർ. ഈ കുട്ടികളെ നമ്മുടെ വീട്ടിലുള്ളപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മെയിൻ ആങ്സൈറ്റി ഇന്നത്തെ യുഗത്തിൽ പ്രത്യേകിച്ചും എങ്ങനെയാണ് അവരുടെ ക്യാരക്ടർ ഫോർമേഷൻ എന്നതാണ്. ഈ ക്യാരക്ടർ ഫോർമേഷൻ നിങ്ങൾ പലപ്പോഴും വിചാരിക്കും അത് നല്ല സ്കൂളിൽ ചേർത്തു, നല്ല ടീച്ചേഴ്സുണ്ട്, നല്ല പേരൻസ് ഉണ്ട്, ആ കുട്ടികളത് കണ്ടാണ് പഠിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയും അവരെ ക്യാരക്ടർ പഠിപ്പിക്കണം, വി ടീച്ച് ദം ഗുഡ് ക്യാരക്ടർ. നോ, ദേ ക്യാച്ച് ദ ക്യാരക്ടർ ഫ്രം യു, ഫ്രം ദ ടീച്ചേഴ്സ്, ഫ്രം ദ പാരൻസ്. സോ ഇറ്റ് ഈസ് നോട്ട് ടോട്ട്, ഇറ്റ് ഈസ് കോട്ട്. ഇറ്റ് ഈസ് നോട്ട് ടോട്ട് TAUGHT, നോ, ഇറ്റ് ഈസ് കോട്ട്, CAUGHT. നമ്മൾ കുട്ടികളെ എടുക്കുന്നതാണ്. സോ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് കുട്ടികളിൽ ഒരു ഫോർമേഷൻ കൊടുക്കുവാനായിട്ട് സാധിക്കില്ല, വളരെ പെട്ടെന്ന്, ഓൾ ഓൺ എ സഡേ. ഇറ്റ്സ് നോട്ട് പോസിബിൾ. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് വേണ്ട എന്ന് പറയാൻ നമുക്ക് ധൈര്യമില്ല. കാരണം നമ്മളങ്ങനെ അവരെ പഠിപ്പിച്ചിട്ടില്ല. അവരെ നമ്മളെപ്പോഴും ഒന്നാമനാകാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കുവാനാണ് നാം സന്നദ്ധരായിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും നമുക്ക് നോ എന്ന് പറയുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നോ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് നമുക്കറിയാം ഇന്നത്തെ യുഗത്തിലെ പല പ്രശ്നങ്ങളും. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു 2 മാസത്തിന് മുൻപ് ഒരു ന്യൂസ് വായിച്ചതാണ്. ഗുജറാത്തിലെ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുവാനായിട്ട് അവൻ 18 ഇയേഴ്സ് കംപ്ലീറ്റഡ്. സോ അവൻ്റെ ബർത്ത്ഡേക്ക് അവൻ ആവശ്യപ്പെട്ടത് ജാഗ്വാറാണ്, ജാഗ്വാർ കാർ. പക്ഷേ അവന് കൊടുത്തത് BMW ആണ്. അവൻ ആത്മഹത്യ ചെയ്തു. ഇത് സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ കുട്ടികളിൽ ഒരു ചെറുതായിട്ടെങ്കിലും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത. സോ വെൻ വി ടെൽ ദം നോ, ഹൗ ദേ അക്സെപ്റ്റ് ദറ്റ് നോ, അതാണ് ഇന്നത്തെ ഫോർമേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം. നമ്മളെപ്പോഴും ഒന്നാമനാകാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ഒന്നാമൻ തന്നെ ആകണം. പക്ഷേ എപ്പോഴെങ്കിലും രണ്ടാമനാകാനും ഒന്നാമനാവാനും ചിലപ്പോഴെങ്കിലും ലാസ്റ്റിലാവാനും നാം അവരെ പഠിപ്പിക്കണം. നാം അവരെ ഷെയർ ചെയ്യാൻ പഠിപ്പിക്കും. എല്ലാം നമുക്കുള്ളതല്ലല്ലോ, നാം അവരെ ഷെയർ ചെയ്യാൻ പഠിപ്പിക്കും. എപ്പോഴെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ വന്ന് വീട്ടിൽ പറയുമ്പോൾ അത് കേൾക്കുവാൻ മനസ്സുള്ളവരാകും. നമ്മളവരെ കേൾക്കുവാൻ തയ്യാറാകുന്നു. കുറേ സമയം അവർ വന്ന് പറയും, ഇന്ന് പപ്പ ഇന്നിങ്ങനെ ഉണ്ടായി, ഇന്ന് പപ്പ മമ്മി ഇന്ന് ഇങ്ങനെ ഉണ്ടായി. അതൊക്കെ കുറേ കേട്ട് കഴിയുമ്പോൾ നമ്മളും മടുക്കും. നീ ഒന്ന് മിണ്ടാതിരി എന്ന് പറയുമ്പോൾ അവനെ നാം ബ്ലോക്ക് ചെയ്യുകയാണ്, ലിമിറ്റ് ചെയ്യുകയാണ്. അവൻ പറയട്ടെ, കൊച്ചുനാളെ തുടങ്ങി പറഞ്ഞ് അവൻ യുവാവായി വലുതാവുമ്പോഴും ഒക്കെ ആ പറയുവാനുള്ള നേച്ചർ ആ കുട്ടിയിൽ നമുക്കുണ്ടെങ്കിൽ അവനെ നമുക്ക് വളരെ വിശ്വാസപൂർവ്വം നമുക്ക് നമ്മുടെ ചങ്കോട് ചേർത്ത് വയ്ക്കാം. അവനങ്ങനെ പറയുന്നത് എന്നെങ്കിലും മുടങ്ങിയാൽ നമുക്ക് ശ്രദ്ധിക്കാം, അവനെന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എവിടെയോ ഡീവിയേഷൻ വന്നിട്ടുണ്ട്. അവിടെയാണ് നാം നമ്മുടെ ശ്രദ്ധ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പം അങ്ങനെ ഡീവിയേഷൻ വരാത്ത രീതിയിൽ നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുവാനായിട്ട് വളരെ നല്ല രീതിയിലുള്ള ബുക്ക് നോളജ് മാത്രമല്ലല്ലോ, നമുക്കറിയാം ധാരാളമായിട്ടുള്ള അവരെ എൻഗേജ് ചെയ്യുന്ന ഒത്തിരി പ്രോഗ്രാംസ്. അതാണ് കിൻഡർഗാർട്ടൻ്റെ പ്രത്യേകത. ഈ കിൻഡർഗാർട്ടനിൽ ഇത്രമാത്രം പ്രോഗ്രാംസ് വരുമ്പോൾ അവരുടെ മൈൻഡ് ഒരിക്കലും ഐഡിയലാകുന്നില്ല, ക്രിയേറ്റീവായിരിക്കും. കൂടുതൽ ക്രിയേറ്റീവായിട്ടുള്ള എന്തുമാത്രം കാര്യങ്ങളാണ് നാം റിപ്പോർട്ട് വായിച്ചപ്പോൾ കേട്ടത്. ക്രിയേറ്റീവായിട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ, അവരുടെ മനസ്സിനെ എപ്പോഴും ലൈവായിട്ട് നിർത്തുന്ന കാര്യങ്ങൾ. അതാണ് നമ്മുടെ കുട്ടികളെ വളർത്തുന്നതിനുള്ള ഏറ്റവും നല്ല ഘടകം. പഠിക്കണം തീർച്ചയായിട്ടും. ഞാൻ രാജഗിരി ഹോസ്പിറ്റലിലാണ്. അവിടെ ഏകദേശം 4,250 അത്രയും സ്റ്റാഫുണ്ട്. ഈ സ്റ്റാഫ് പലരും അവിടെ നിന്ന് പോയിട്ടുണ്ട്, വീണ്ടും ഞങ്ങളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ വളരെ അധികം നമ്പർ ഓഫ് ഇൻ്റർവ്യൂസ് നടത്തിയിട്ടുണ്ട്. ഇന്ന് വരെയും അവിടെ വന്നിട്ടുള്ള ഒരു കുട്ടി നിങ്ങൾ പരീക്ഷയിൽ പാസ്സായോ, ഡിസ്റ്റിങ്ഷൻ കിട്ടിയോ, റാങ്ക് കിട്ടിയോ ഇന്നുവരെയും ചോദിച്ചിട്ടില്ല, ഒരാളോടും ചോദിച്ചിട്ടില്ല. അതല്ല അവിടെ ആവശ്യം. അവിടെ ആവശ്യമുള്ളത് സ്മാർട്ട്നെസ്. എങ്ങനെ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ രോഗികളെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നു, അവരുടെ നോളജ് ലെവൽ, അവരുടെ പ്രൊഫഷണലിസം, അതൊക്കെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ബുക്ക് നോളജ് ഓഫ് കോഴ്സ് അത് വേണം, പക്ഷേ ഹൗ സ്മാർട്ട് ദ ചൈൽഡ് ഈസ്, അതിനുള്ള വേദിയാണ് ഈ രാജഗിരി ജീവസ്ഥലത്ത് കൊടുത്തിട്ടുള്ളത്. നേരത്തെ സ്കൂളിൻ്റെ പേര് ജീവസ് കിൻഡർഗാർട്ടൻ എന്നായിരുന്നു, ജീവസ് സ്കൂൾ, ജീവസ് സെൻട്രൽ സ്കൂൾ. പിന്നീട് രാജഗിരി എന്ന് അതിനൊരു പ്രിഫിക്സ് കൊടുത്തു. കാരണം രാജഗിരിയുടെ മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ശ്രദ്ധയും അതിൻ്റെ എല്ലാ തരത്തിലുള്ള കഴിവുകളും എല്ലാ സപ്പോർട്ടും എല്ലാ രാജഗിരി സ്ഥാപനങ്ങൾക്കും കൊടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അതുകൊണ്ട് രാജഗിരി ജീവസ് കിൻഡർഗാർട്ടൻ ഇന്ന് ഈ സമൂഹത്തിലെ
വളരെ ഉന്നതമായ നിലവാരം പുലർത്തുന്ന ഒരു കിൻഡർ ഗാർട്ടനാണ് ഇത്. നിങ്ങളുടെ കുട്ടികളെ വളരെ സ്മാർട്ടായിട്ട്, ക്യൂട്ടായിട്ടുള്ള, സ്മാർട്ടായിട്ടുള്ള, ഡൈനാമിക് ആയിട്ടുള്ള കുട്ടികളായിട്ട് അവരെ വാർത്തെടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. ഞാൻ അതിനെ ഒരിക്കൽ കൂടി ഇവിടുത്തെ മാനേജ്മെൻറ്റിനെ, മാനേജർ പോളച്ചനുണ്ട്, ആൻ്റണി അച്ഛനുണ്ട്, ടോസി അച്ഛനുണ്ട്, ജോണച്ചനോട് ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിൻസിപ്പൽ, കിൻഡർ ഗാർട്ടൻ, PTA പ്രസിഡൻറ്റ്, PTA നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ, അതിനേക്കാളൊക്കെ ഉപരി കമ്മിറ്റഡ് ടീച്ചേഴ്സ്, എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് ഞാൻ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അവർക്ക് എല്ലാവിധ നന്മകളും നേരുന്നു. സർവശക്തൻ നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ കിൻഡർ ഗാർട്ടൻ എന്നും ആലുവയുടെ ഒരു തിലകക്കുറിയായിട്ട് തന്നെ നിലനിൽക്കട്ടെ ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.